അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സുമായാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത പഴമാണ് നമുക്ക് വേണ്ടത്. തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ മുറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ കുത്തി ഉടച്ചെടുക്കാം. സ്പൂണോ മേഷറോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉടഞ്ഞ് കിട്ടിയാൽ മതി. വീഡിയോയിൽ കാണും പോലെ ഈ രീതിയിൽ ഉടച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഉടച്ച് മഷിയാക്കണ്ട. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ മാവാണ്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പഴമായതുകൊണ്ടാണ് ഇത്രയും മാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഈ സമയം തന്നെ ഞാനൊരു പാനിലോട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് കോരിയെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തൊലി കറുത്ത പഴമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ. കുട്ടികൾക്കെല്ലാം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു പഴം വെച്ചിട്ടാണ് ഇത് ഇത്രയും സ്നാക്സ് തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മൾ അരിമാവ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി എണ്ണയൊന്നും കുടിക്കില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ആരെടുത്ത സ്നാക്സാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വൈകുന്നേരം ചൂട് ചായയുടെ കൂടെ ഇതുപോലൊരു സ്നാക്സ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പോരാത്തതിന് ഇപ്പോൾ മഴയുടെ സമയമാണല്ലോ, അപ്പോൾ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.